ഹായ്, എൻ്റെ കയ്യിലൊരു ബോക്സ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതിനുള്ളിലൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഇതെന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇതെന്തിനാണെന്നല്ലേ, എന്താണിത്, എന്താണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഡിവൈസ്. അപ്പോൾ ഇതെന്താണെന്നായിരിക്കും നിങ്ങളെല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. നമുക്കറിയാം, ഇപ്പോഴും ഓൺലൈൻ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇടയിൽ ഒരുപാട് കുട്ടികൾ നമ്മളോട് പറയാറുള്ളതാണ്, കറണ്ട് പോയി കഴിഞ്ഞാൽ എന്താണ്ടാവുക, നെറ്റ് കണക്ഷൻ പോകും. ഇപ്പോൾ ഒരുപാട് പേര് വൈഫൈയിലാണ് നെറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മോഡം വർക്ക് ചെയ്യില്ല. അപ്പോൾ മോഡം ഓഫായി കഴിഞ്ഞാൽ അത് കൂടിയിട്ട് ക്ലാസ്സുകൾ തടസ്സപ്പെടും. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്, നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി കാണിക്കുന്നത് എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു പവർ ബാങ്ക് പോലെ ഇരിക്കുക, എന്നാൽ ഇതൊരു പവർ ബാങ്ക് അല്ല. നമുക്കറിയാം, ഇതാണ് ഒരു പവർ ബാങ്ക്. ഇതൊരു പവർ ബാങ്ക് ആണ്. ഇതും ഒരു തരത്തിലൊരു പവർ ബാങ്ക് ആണ്. പക്ഷെ നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യുന്ന പവർ ബാങ്ക് അല്ല, മറിച്ച് നമ്മുടെ മോഡത്തിനുള്ള പവർ ബാങ്ക്. അതായത് നമ്മൾ ഇത്തരത്തിലുള്ളൊരു ഡിവൈസ് നമ്മുടെ മോഡത്തിനൊപ്പം കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ കറണ്ട് പോയാലും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് കണക്ഷനോ തടസ്സപ്പെടില്ല. 4 മണിക്കൂർ വരെ നമുക്ക് ഇതുവഴി ബാക്കപ്പ് കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ മോഡമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ മോഡം. അപ്പോൾ ഈ മോഡത്തിലേക്ക് പോകുന്ന പവറിൻ്റെ സ്ഥലത്ത് നമ്മൾ ഇതിൽ നിന്ന് വരുന്ന പവറാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള ഒരു വയറിങ് ഇതിൻ്റെ ഒപ്പം കിട്ടും. ഇത്രയും കണക്ഷൻ പിന്നുകൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ ഒരു കണക്ഷൻ, ഈ വയറുകളുടെ ഒരു കണക്ഷൻ നമ്മൾ നമ്മുടെ പവർ ബാങ്കിലേക്ക് കുത്തുക. ഇതിൽ എഴുതിയിട്ടുണ്ട് ഇൻ ഔട്ട്. ഇതിൽ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ പോർട്ട് കാണുന്നത് ഇന്നാണ്, അടുത്ത പോർട്ടാണ് ഔട്ട്. നമ്മൾ ഔട്ടിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ട് നമ്മുടെ വൈഫൈയുടെ പവർ സ്ലോട്ടിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യുക. ഇവിടെയാണ് ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. നമ്മളിത് ഓണിലേക്ക് മാറ്റിയിട്ട് കൊടുക്കണം. ഓണിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ കാണാം, നമ്മുടെ റൗട്ടർ ഓണായി കഴിഞ്ഞു. ഇനി അടുത്തത് ചെയ്യേണ്ടത്, ഈ പവർ ബാങ്ക് ഇതിലോട്ട് വേണം നമ്മുടെ മോഡത്തിലേക്ക് വരുന്ന കണക്ഷൻ നമ്മൾ കണക്ട് ചെയ്തിടാം. അപ്പോൾ ഇങ്ങനെ ഒരു ഡിവൈസ് നമ്മുടെ ഇടയിലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ മോഡം തടസ്സം കൂടാതെ പ്രവർത്തിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഓൺലൈൻ ക്ലാസ്സിൽ ഇതുപോലെ തടസ്സം നേരിടുന്നവർ, വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർ, അവർക്കൊക്കെ കൺസിഡർ ചെയ്യാവുന്ന നല്ലൊരു പ്രൊഡക്റ്റാണിത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റേതാണ് വാങ്ങിച്ചത്. ഫ്ലിപ്കാർട്ടിൻ്റെ റൗട്ടർ UPS. പല കമ്പനികളുടെ റൗട്ടർ UPS വരുന്നുണ്ട്. 1500-2000 രൂപ വരെയാണ് വില വരുന്നത്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ സെയിൽ നടക്കുന്നതുകൊണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 989 രൂപയ്ക്കാണ് നമ്മളിത് വാങ്ങിച്ചത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും തോന്നി, അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ തടസ്സം നേരിടുന്നവർ ഇത് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.